ഹലോ ഗൈസ്, ഞങ്ങൾ മനേക്ക് പോവാട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ ഗൈസ്. കുറേ ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈക്കാശി മനേക്കാണ് പോണത്. എൻ്റെ ഉപ്പാൻ്റെ വണ്ടിയിലാണ് പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇതാണ് വരിക്കാശ്ശേരി മന. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ഉണ്ട് കേട്ടോ കാഴ്ചകൾ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോവാണ് കാശ് കേട്ടോ. ഞങ്ങൾ അകത്തേക്ക് നടന്ന് പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാട്ടോ. ഞങ്ങൾ നടന്നിരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ നടക്കുള്ളൂ കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ എത്തണം. അവിടെ വലിയൊരു ആട്ടുകല്ലുണ്ടായിരുന്നു, പഴയ കിണറും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ അതിൻ്റെ ഒക്കെ നോക്കി. എന്നിട്ട് പഴയതായിരുന്നു, പണ്ടത്തെ ആട്ടുകല്ലാണിത്. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഈ കാഴ്ചകൾ നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഗൈസ്. എന്നിട്ട് ഞങ്ങളിതാ കുറേ നടന്ന് കാണാണ്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അനിയത്തി വാശി പിടിച്ചു. ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ അതിൽ നോക്കി. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് പോയി ബാക്കിൽ നിന്ന് മുന്നിലേക്ക് പോവാം. ഞങ്ങളുടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ മുന്നിലേക്ക്. എന്നിട്ട് ഞങ്ങൾ നടന്ന് വന്നിട്ട് ആ കോണി കയറി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ കോണി കയറി കേട്ടോ. എൻ്റെ അനിയത്തിയെ ഫാസ്റ്റ്. എന്നിട്ട് അവൾ വേഗത്തിൽ നടന്നിട്ട് ഞാനും പോവുകയാണ് കേട്ടോ. ഇത് തെച്ചിപ്പൂവാണ്. ഞങ്ങൾ കുറേ പൂക്കൾ കണ്ടു കേട്ടോ ഗായ്സ്. തോനെ പൂക്കളുണ്ട്. പിന്നെ ഇത് ചെമ്പരത്തി, തോനെ ചെമ്പരത്തി ഉണ്ട്. മാടി ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഉമ്മ ഫോട്ടോ എടുത്തു കേട്ടോ ഗൈസ്. കുറേ ചെടികളും ഉണ്ട്, മരങ്ങളും ഉണ്ട്. എൻ്റെ അനിയത്തി അവിടുന്ന് നടന്നു വരികയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നടന്നു വരികയാണ് അവള് കേട്ടോ ഗൈസ്. എന്നിട്ട് ഞാൻ ക്ഷീണിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയിട്ടോ ഗൈസ്. എൻ്റെ അനിയത്തി ഞാൻ പഴംപൊരി തിന്നേട്ടോ. എൻ്റെ അനിയത്തി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് തിന്നണം കേട്ടോ ഗായ്സ്.
എന്നിട്ട് തിന്ന് കഴിഞ്ഞിട്ട് അവൾ എനിക്കൊരു തുള്ളി പോലും പെപ്സി തരാണ്ട് അവൾ ഒറ്റക്ക ഞങ്ങൾ കുടിച്ചു. വഴിക്ക് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടോ ഗായ്സ്. ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വാങ്ങിപ്പിക്കുകയാണ്. എൻ്റെ അനിയത്തിക്ക് പിടിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വാശിയുണ്ട്. എൻ്റെ അനിയത്തിയും ഞാനും കൂടെ ഒരു മത്സരം വെച്ചിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ച്